നിങ്ങൾ ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന, മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള കറണ്ട് തോട്ട്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ നിലവിലത്തെ തോട്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാൻ പിക്ക് എ കാർഡ് റീഡിംഗ് ആയിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ ഇവയൊക്കെയാണ്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ്, ഒരു സെപ്പറേഷൻ, മേ ബി ഒരു നല്ല അകൽച്ച നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു സംസാരിച്ച് തെറ്റിയ ഒരവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞ് എന്തോ തെറ്റിയ അവസ്ഥയാണ്. രണ്ടുപേരും ഒരുപാട് പെയിൻ, നിങ്ങളുടെ ഈ അകൽച്ച രണ്ടുപേർക്കും ഒരുപാട് വേദന നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും ഇവിടെ ചിലർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും വളരെയധികം ദുഃഖം, ആരും ഒരു മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറല്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഒരു പക്ഷേ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉള്ളിൽ വളരെ സ്നേഹമുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടുന്ന ഒരു കൂട്ടം ആളുകൾ, ചിലർ ഇനി ഇത് വയ്യ, ഇതിനി മടുത്തു എന്ന് പറഞ്ഞ് പൂർണ്ണമായും പരിപൂർണമായും മാറി നിൽക്കുന്ന വ്യക്തികളും ഉള്ള ഒരു എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും അല്ല, ചിലർ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഇനി ഇത് തീരെ വയ്യ, കാരണം ഒരു ഭാഗത്തു നിന്ന് മാത്രം എഫർട്ട് കൊടുത്ത് മതിയായ അവസ്ഥയിലെത്തിയ ആളുകളും ഉണ്ടെന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ്, ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടുള്ള നമുക്കൊരു നക്ഷത്രങ്ങളുടെ ബേസിക് എനർജി കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് സ്വേർഡ്സ് എനർജി അഥവാ വായുരാശികളുടെ എനർജി വന്നിട്ടുണ്ട്. മകയിരം, തിരുവാതിര, പുണർദം, ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പോരുട്ടാതി. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് കപ്സ് എനർജിയാണ്. ഓക്കെ, നമുക്ക് പിന്നെ വന്നിട്ടുള്ള എനർജി കർക്കിടകം, അതായത് പുണർദം, പൂയം, ആയില്യം, വിശാഖം, അനിഴം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. പിന്നെ നമുക്ക് വാൺസ് എനർജി അഥവാ ഫയർ എനർജി, അഗ്നിരാശികളും നമുക്കിവിടെ പ്രസൻ്റാണ്. അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെയും എനർജി നമുക്കിവിടെ പ്രസൻ്റായിട്ടുണ്ട്. എന്ന് വെച്ച് ബാക്കിയുള്ളവർ കാണണ്ട, അങ്ങനെയല്ല. ഇവിടെ ഈ നക്ഷത്രങ്ങളുടെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഷമിപ്പിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഈ വ്യക്തിയെ തന്നെ വേണം, ഈ വ്യക്തി തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൊമെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരും. ആ പഴയ വിഷമങ്ങളൊക്കെ മറന്ന് നിങ്ങൾക്ക് മുന്നോട്ട് ഒരവസരം ഉണ്ടാകും. യൂണിവേഴ്സ് അതിനുള്ള സാഹചര്യം തരും എന്ന് തന്നെയാണ് നമുക്ക്
കാർഡുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂട്ടർക്കൊക്കെ മടുത്ത് ഇനി മുന്നോട്ട് താല്പര്യമില്ലാത്തവരുമുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡിസിഷനിലൊക്കെ അങ്ങനെ പോകാം. അല്ല, ഈ വ്യക്തിയെ തന്നെ തിരികെ വരണം, ഒരു ചാൻസ് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ ബന്ധം വളരെ സ്ട്രോങ് ആണ്, നല്ല ബന്ധമാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ആ വ്യക്തിയുടെ ഒരു ഭാഗത്ത് നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ്, പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം തീർച്ചയായും പ്രതീക്ഷിക്കാം എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ ഒരു ഡെക്കിൽ നിന്ന് ഒരു കാർഡ് കൂടി ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ചിലർ വളരെ നിങ്ങളുടെ റിലേഷനെക്കുറിച്ച് വളരെ നെഗറ്റീവായി ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നവരുണ്ട് എന്നാണ് നമുക്കിവിടെ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് റീഡയറക്റ്റ് യുവർ തോട്ട്സ്. നിങ്ങളെപ്പോഴും ഞാൻ പറയുന്നത് തോട്ട്സ് വളരെ പവർഫുള്ളാണ്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. നമ്മളിങ്ങനെ ഫുൾ ടൈം നമ്മളുടെ തോട്ട്സൊക്കെ നെഗറ്റീവായി വെച്ചുകൊണ്ടിരുന്നാൽ ആ നെഗറ്റീവ് തന്നെ നമുക്ക് അട്രാക്റ്റ് ആകും. സോ കാർഡുകളും ഇവിടെ പറയുന്നു, റീഡയറക്റ്റ് യുവർ തോട്ട്സ്. നിങ്ങളുടെ തോട്ട്സിനെ നല്ല ക്ലാരിറ്റിയോടെ, വ്യക്തതയോടെ വയ്ക്കുക. ഓക്കെ, പോസിറ്റീവ് തിങ്ക് ചെയ്യുക, പോസിറ്റീവിനെ ബ്രെയിനിലേക്ക് കൊടുക്കുക. ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങളതായി തീരും എന്നല്ലേ അദ്ദേഹം. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഇതൊരു കോട്ട്സാണ്, മോട്ടിവേഷൻ കോട്ട്സ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തകളെ റീഡയറക്റ്റ്, അതായത് നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അതിനെ റീഡയറക്റ്റ് ചെയ്ത് നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവ് ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ട്രൈ ടു ബി പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവാകാൻ നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ചിന്തകൾ കൊടുക്കുക, നമ്മളുടെ ഉള്ളിലേക്ക് നല്ല ചിന്തകൾ കൊടുക്കുക, നല്ലതായിരിക്കുക. എല്ലാവിധ നന്മകളും